ഈ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിലെ അപ്പീൽ കോടതിയിൽ സെറ്റ്ബാക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പീൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം 50% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അപ്പീൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന്റെ വാദഗതിയിൽ സമർത്ഥിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി ഈ കോടതി വിധി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, കൈനകരിയിലേക്ക് സ്വാഗതം. മധു, ഇവിടെ നമ്മൾ പൊളിക്കുമെന്ന്, തകർക്കും. മധു വേണേ അമേരിക്കയിൽ നിന്ന് കണ്ടോളൂ. കാരണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇവിടുത്തെ ഈ ഓളപ്പരപ്പിൽ ആവേശം കാണുമ്പോൾ എടുത്ത് വെള്ളത്തിൽ ചാടാൻ തോന്നുമെന്ന്. അതുകൊണ്ട് വെള്ളത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി ആത്മനിയന്ത്രണത്തിൽ ഞാൻ നിൽക്കുകയാണ്. അമേരിക്കയിലിരുന്ന് കടലിനക്കരെ ഇരുന്ന് ഈ ജലമേളയുടെ ഈ സൗന്ദര്യമുണ്ടല്ലോ, അതിന്റെ ലാവണ്യം മുഴുവൻ ആസ്വദിച്ചോളൂ. ഇനി ട്രംപിന്റെ കാര്യത്തിലേക്ക് വരൂ. ഗുഡ് മോർണിംഗ് SKN. നമുക്ക് ഈ വള്ളംകളിയുമായിട്ട് കുറച്ച് കുടുംബപരമായിട്ടുള്ള അടുപ്പമുണ്ട്. ആദ്യത്തെ ആ നെപ്പോളിയൻ വള്ളം നെഹ്റു ട്രോഫിയുടെ അത് കിട്ടിയത് എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലെ അവിടുത്തെ ഒരു ഗ്രാൻഡ് ഫാദറിനായിരുന്നു. SKN, ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇറക്കുമതി നികുതി ചുമത്തുവാൻ അടിയന്തര ഘട്ടങ്ങളിൽ US പ്രസിഡന്റുമാർ ഉപയോഗിക്കേണ്ട ഒരു അധികാരം നിയമവിരുദ്ധമായി ഉപയോഗിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല താരിഫുകളും ഇന്ന് വാഷിംഗ്ടണിലെ ഫെഡറൽ അപ്പീൽ കോടതിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ട്രംപ് ഏപ്രിലിൽ ഏർപ്പെടുത്തിയ താരിഫുകൾക്കും അതുപോലെ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതുമായിട്ടുള്ള താരിഫുകൾക്ക് എതിരെയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലെ ഈ അപ്പീൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് അത് നിയമപ്രകാരം താരിഫുകൾ പ്രഖ്യാപിക്കുവാൻ പാടില്ല എന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം ഈ കാര്യത്തിൽ. അതേസമയം ട്രംപ് ഭരണകൂടത്തിന് നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ US സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ അവസരം നൽകുന്നതിനായിട്ട് കോടതി ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 14 വരെ ഈ താരിഫുകൾ നിലനിൽക്കുവാൻ കോടതി അനുവദിച്ചിട്ടുണ്ട്. ട്രംപിന്റെ താരിഫുകൾക്കെതിരെ ഈ ജഡ്ജിംഗ് പാനലിലെ 7 ജഡ്ജിമാരും അതുപോലെ അനുകൂലിച്ച് 4 ജഡ്ജിമാരും വോട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ വിദേശ നയങ്ങളൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു നയമാണ് ട്രംപ് കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ എത്തുന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വളരെ പക്ഷപാതപരമായ തീരുമാനമാണ് കോടതിയെന്നാണ് ട്രംപ് പിന്നീട് ഈ വിധിയോട് പ്രതികരിച്ചത്. ഈ താരിഫുകളൊക്കെ ഇങ്ങനെ ഇല്ലാതായാൽ അത് അമേരിക്കയ്ക്ക് ഒരു വലിയ ദുരന്തമായിരിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ സഹായത്തോടെ ഈ താരിഫുകൾ നിലനിർത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.